സ്നേഹപൂർവ്വം ചെവി കൊടുത്ത് നമ്മുടെ മുമ്പ് വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേല്യോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേല്യോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. വന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷകനായ യേശുവിനെ സ്തുതിക്കണം. നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാങ്കിലായിരുന്ന യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിലെ യൂദന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അദ്ദേഹം അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാർ അടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന്നെ തൻ്റെ ഭാര്യയെ പിരിച്ചു കൊടുക്കുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യ സൃഷ്ടാവാണും പെണ്ണുമായ മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിന് മനുഷ്യൻ വേറെ. അദ്ദേഹത്തോട് അങ്ങനെയെങ്കിലും മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയക്കാടിൻ്റെ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പരസ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ഡന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നെ അഖിലാധിപനാം നിൻ പ്രാഗൽഭ്യത്തെ വിധി പോൽ ഭംഗ്യം ഘോഷിച്ചു. മുബാറക്കീൻ യേനുൻ വംശമലേൻ കിളിയിലെ ഖോലേൻ റീശേദാലേഗുൻ മെതസീമി ബാർഖിമോ അശ്മോദാബോ ആമീൻ ആമീൻ വദറുഹു വായു കാദിശലോലം മുൽമി. Klilobideumoran menschmayo soyaginuhis lahasino yoegelilot hasio soim barishim. വൈദികശന്മാർ അൻപാലിംബം നൽകാൻ മുടിയാൽ മണവാളെന്നും മണവറയാൽ മണവാട്ടിക്കും വാനിന്നുടയോനേ
മകുടം ഘോഷമിറങ്ങുന്നു. മണവാളിനി മഹിതാചാര്യൻ അണിക്കും മകുടം രമ്യം. മഹിതാചാര്യൻ ദമ്പതികൾക്ക് കിടുവാൻ മഷിഹാനൃപനാൻ രചിതം മകുടം പാരം രുചിരം. നുടയോൻ കൈയാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാളിനി മഹിതാചാര്യൻ അണിക്കും മകുടം രമ്യം. ശാശ്വതശാല ദീശ സത്യമണാള ശീഘ്രം സവിധമണന്നീടണമേ സതതം സന്തോഷിക്കാം. കർത്താവ് നിന്നെ നീതിயின் കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പ്രിലോവിദേതുമോറാൻ മെൻസ്മായോ സോയാഹിനോഹേസ് ലകൽ സോയോയേകളിലോ ഹസിയോ സോയിം ബറീഷോ. വൈദിക ശിമ്മാർ അൻപാലിംബം നൽകാൻ മൊഴിയാൽ മണവാളെന്നും മണവറയാൽ മണവാട്ടിക്കും. വാനീന്നുടയോൻ കൈയാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാട്ടിയെ മഹിതാചാര്യൻ അണിക്കും മകുടം രമ്യം. മഹിതാചാര്യൻ ദമ്പതികൾക്ക് കിടുവാൻ മഷിഹാനൃപനാൻ രചിതം മകുടം പാരം രുചിരം. ആനീന്നുടയോൻ കൈയാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാട്ടിയെ മഹിതാചാര്യൻ അണിക്കും മകുടം രമ്യം. മണവാളൻ തൻ വിജയ കൊടിതാൻ സ്ലീബാ നമ്മെ രക്ഷിച്ചിടും. സ്ലീബായി പുകഴുന്നു നാം. സ്ലീബോസോ
വിനയം മാനം പ്രതിഭക്തി എൻ പ്രിയതന്നോടെ മൂടുപടം ആവൃതയായി മൂടണമതുപോൽ മണവാട്ടി. ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിനെ മുദ്രയിടട്ടെ. മശിഹ തൻ്റെ സഭയിലെന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്ത് വന്ന് നിങ്ങൾ ആവസിച്ച എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടി ഇരുന്ന് ആ കൽക്കരസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷപ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുവേനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ അനുഗ്രഹം നിങ്ങളിലും വന്യപിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും നാം എല്ലാവരുടെയും വാങ്ങിപ്പോയർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം. ബാറഖുമോർ ഹോശോവം കൂലസ്ബാൻ ലവൽമീ. ഏതൻ തോട്ടം നാട്ടോനേം നീയാണെൻ യുവമാണവാളൻ നിൻ തോട്ടത്തിൽ പേർക്കായി വിശിച്ചിടുക കുളിർ തന്നൽ. സത്യമണാള നീതിജ്ഞ ഞാൻ നിൻ മണവാട്ടി നീയാണ് തണലും താങ്ങും ചെയ്യണമെന്നോടു കാരുണ്യം ശ്രീമായാലവകാശധനം മുദ്രിതമാക്കി പീഡകളാൽ അടിമവിളർത്തി സ്വർഗത്തിൽ പന്തിയെന്നെ നീയേറ്റി നാളും മാസവും ആണ്ടും ഞാൻ പാവപ്പാഴികളിൽ പോക്കി നെഞ്ചിവധ്വനി കേട്ടപ്പോൾ കണ്ണുകളിഞ്ഞാനന്ദിച്ചേ മോറിയോരാഹെ മേലൂദാരേ. കർത്താവേ നിൻ ആർദ്രത നിറയും വാതിൽ തുറന്നീ പ്രാർത്ഥന കേട്ടിട്ടാൽമാക്കളിലൻപുണ്ടാകേണം. ദൈവാത്മജനി ദമ്പതികളെയും തലയിൽ ചൂടും മകുടങ്ങളെയും വലതുകരത്താൽ വാഴ്ത്തിയിടേണം. നാമം ചൊല്ലി ദമ്പതികൾക്കായി വരമേകേണം. തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം. ധന്യതയാർന്നോ പരിശുദ്ധന്മാർ തൽപ്രാർത്ഥനയാൽ വാഴ്ത്തണമേ ജനനിവഹത്തെ എന്നേക്കും. നിൻ സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവ
അവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം. സർവം കേട്ടിട്ടഭ്യർത്ഥനയെ കൈക്കൊള്ളുവോനേ. പ്രാർത്ഥന കേട്ട് ആത്മാക്കൾ മേൽ കൃപ ചെയ്യണം. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തിയിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങൾ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവ്വന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കേലിയുവിൻ്റെയും ഈ ജനതക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാണെന്നും അറിയാത്തതിന് മുമ്പാകെല്ലാം നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാസന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദേവന്യമായ വിശുദ്ധ എന്നവർത്ത് പറയാവിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുക, അവിടുത്തെ കൽപ്പനകൾ ആദരിക്കുകയും ചെയ്തിട്ടുള്ള സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശു മിശിഹായുടെ വലത്ത് കൈ എന്നേക്ക് നിങ്ങൾ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. പറയുമോ, വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും വേണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിപ്പാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർദ്ദമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന നാം ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകം മുമ്പേ പിതാവിന് ജനിച്ചവനും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിറങ്ങി വിശുദ്ധമായ ദൈവമാതാവായ വിശുദ്ധനെ മറിയാമിൽ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിലറയ്ക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്രീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധയിലും കാതോലികവും ശ്ലൈംഗികവുമായ ഏകസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനും മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരും വരുവാനിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാരിക്കുമോ സ്തോമംഗലസ് കുറിയലായിസോ. സ്തുതിയുടെ രാജമകൾ ഹാലേലൂയായോ ഹാലേ
ലൂയ്യ നിന്മലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലൂയായു ഹാലേലൂയ നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും പാർക്കുമോ പോലെ പറോവൽ റൂഹോ കാദീശോ മിൻമൂലം വാദാമുൽമൂലം ഉൽമീനാമേ ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കര ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയാണ് കേണം സ്തോമൻ കാലോസ് കുരിയിലായിസോ അറിയാമിസ്മരണം വരദായകമാകാ തൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പാർക്കുമോ പോലെ പറോവൽ റൂഹോ കാദീശോ ദൈവപ്രസവിത്രി കന്യക മറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം മുറിയോരായിന്മേലൈനുവാദാരേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർത്ഥനെ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോട് ബല പോലെ തളർത്തിടുമേ ഹാലേലൂയ്യാം വളരും അവല്ലവനോൻ കാരകിൽ പോൽ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് ദൃഷ്ടി പുഷ്ടികളും പാർക്കുമോ പോലെ പറോവൽ റൂഹോ കാദീശോ മിൻപോലം വാദാമുൽപോലം ഉൽമീനാമേ പോലിങ്ങും മർത്തോമാശ്ലിയ ഉണ്ടേ മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനിച്ചോർക്കായി സ്തോമൻ കാലോസ് കുരിയേലായിസോ ഭാഗ്യം നീവിയാർക്കും ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ ബാലക്കുമോ പോലെ പറോവൽ റൂഹോ കാദീശോ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി മുറിയോറായി മേലൈനുവാദാരേ ബുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും വായിച്ചിടാം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചേർത്താവിനാ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ ഈ വിവാഹോദാശയങ്ങളോട് സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ വിശ്വാസികളായ നിങ്ങളെ വാങ്ങിപ്പോവരെയും ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായിട്ടുള്ള ബലഹീനങ്ങളും കുറവുകളുമായിട്ട് നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഉന്നത സിംഹാസനത്തിനു മുമ്പ് കേൾക്കപ്പെട്ട് അംഗീകരിക്കപ്പെടുമാറാണമേ. ആപോറോ റൂഹോ കാദീശോ പൂലശുഭാൻ ആമേൻ.